പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ ദ്രോഹിക്കാതിരിക്കാനുള്ള ചെറിയ ചെറിയ കുറെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അത് ഏറ്റവും പ്രയോജനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ വീട്ടമ്മമാർക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്പുകളാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയും. ഇതൊരു അന്ധവിശ്വാസമൊന്നുമല്ല, എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ദയവായി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലെ ഉള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് കൂടിയേ പറ്റൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് ചോദിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നിത്യവും വേറൊരു വീട്ടിൽ ഉപയോഗിക്കുന്ന ചൂല്, അത് ഒരിക്കലും നമ്മൾ കടമായി ഒരു വീട്ടിൽ ചെന്ന് ചോദിക്കരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂലെന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ഒരു അംശമുള്ള ഒരു വസ്തുവാണ്. അതൊരിക്കലും നമ്മൾ മറ്റുള്ള വീട്ടിൽ ചെന്ന് മേടിക്കാൻ പോകരുത്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ദോഷമായി മാറും. ആ ചൂല് അവർ ചിലപ്പോൾ നിങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് തരും. പക്ഷെ അത് അവർക്കത് ദോഷമായിട്ട് മാറും, നിങ്ങൾക്കത് നല്ലതായിട്ട് മാറും. അതുകൊണ്ട് ആ വീട്ടിനെ ദോഷമാക്കുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. മഞ്ഞപ്പൊടി, പിന്നെ കടുക്, പിന്നെ ഉപ്പ്, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റങ്ങൾ നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് മേടിക്കാൻ പറ്റും. പിന്നെ സൂചി, സന്ധ്യ കഴിഞ്ഞാൽ നമ്മൾ കടം മേടിക്കാൻ പോകരുത്. ഇതൊക്കെ ഉള്ള ഒരു ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മറ്റുള്ളവരെ നമുക്ക് ദ്രോഹിക്കാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, അത് നിങ്ങൾ നിത്യവും ചില വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മാക്സിമം ഇങ്ങനെ വന്ന് ചോദിക്കുന്നവരെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കി, എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിടുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷമായിട്ട് മാറും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ദോഷമേ ചെയ്യത്തുള്ളൂ. നമ്മൾ മഹാലക്ഷ്മിയെ ഇറക്കി വിടുന്നതിന് തുല്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇത് വീട്ടമ്മമാർക്ക് തരുന്ന ഒരു ടിപ്സാണ്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കമന്റ് ബോക്സ് വന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിലും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.